നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വളരെ അധികം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ക്ലബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ടീമാണല്ലോ അൽ ഹിലാൽ. പക്ഷെ അവരുടെ സുപ്രധാന വിദേശ താരങ്ങളെ ഒഴിവാക്കണമെന്ന് സിമോൺ ഇൻസാഗി ക്ലബിനെ അറിയിച്ചിരിക്കുകയാണ്. 4 പ്രധാന താരങ്ങൾ അലക്സാണ്ടർ മിട്രോവിച്ച്, റെനൻ ലോദി, കായോ സിസാർ, മാൽക്കം എന്നിവരെയാണ് ക്ലബിൽ നിന്ന് ഒഴിവാക്കി പുതിയ മികച്ച വിദേശ താരങ്ങളെ കൊണ്ടുവരണം എന്ന് സിമോൺ ഇൻസാഗി അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അഷ്റഖ് അൽ ഔസത്ത് എന്ന അറബി മാധ്യമമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഈ ഞായറാഴ്ച മനസ്സിലാക്കിയ കാര്യം, അൽ ഹിലാൽ മാൽക്കം ഡി ഒലിവേരയുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ ടെൻഷൻസ് ഉണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം ആരാധകരുമായിട്ട് മാൽക്കം കോർത്തതും മറ്റുമൊക്കെ വലിയ വിവാദമായിരുന്നു. മാൽക്കം ഇതാ അൽ ഹിലാൽ വിടുന്നതിൻ്റെ തൊട്ടരികിലാണ്. അതോടൊപ്പം തന്നെ സെയിം സോഴ്സ് പറയുന്നത്, ടീം കോച്ച് സിമോൺ ഇൻസാഗി ഇൻഫോംഡ് ദി ക്ലബ്സ് മാനേജ്മെൻറ്റ്, ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അലക്സാണ്ടർ മിട്രോവിച്ച്, റെനൻ ലോദി, കായോ സെസാർ ഇവരെ മാൽക്കത്തെ കൂടാതെ ഒഴിവാക്കേണ്ടതുണ്ട്. അൽ ഹിലാലിൻ്റെ മാനേജ്മെൻറ്റ് മറ്റ് ഫോറിൻ പ്ലേയേഴ്സിനെ ഇപ്പോൾ കോച്ചിൻ്റെ വിഷൻ അനുസരിച്ച് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ ടെക്നിക്കലി റോബസ്റ്റ് ആയിട്ടുള്ള ഒരു അൽ ഹിലാൽ ടീമിനെ വരുന്ന സീസണിൻ്റെ തുടക്കം മുതൽ അവതരിപ്പിക്കാനാണ് സിമോൺ ഇൻസാഗി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം മാറ്റങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.